അല്ല, പല ആൾക്കാരും സിനിമയിൽ വന്നിട്ട് ഭയങ്കര ലെവലിലേക്ക് പോകുന്ന വിചാരിച്ച ആളുകൾ തകർന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഒരു സ്റ്റേജ് കഴിയുമ്പോഴേക്കും ഒന്നുകിൽ ആൽക്കഹോളോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു ഇതോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഒരു പ്രശ്നം വന്നിട്ടോ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ ചില ട്രാജഡി വന്നിട്ടോ അങ്ങനെ ഉദിച്ച് കയറി കത്തി നിൽക്കുന്നു നമ്മൾ വിചാരിച്ച ആൾക്കാർ ഒരു 2 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ഒന്നുമില്ലാത്ത അവസ്ഥയിലൊക്കെ. സിനിമ അങ്ങനെയാണല്ലോ. സിനിമ ഒരു മനുഷ്യനെ അങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോകും, അതേപോലെ ആൾക്കാർ താഴോട്ടേക്ക് പോവുകയും ചെയ്യും. ഇവിടെ സസ്റ്റെയിൻ ചെയ്ത് നിന്നിട്ടുള്ള ആൾക്കാർ വളരെ കുറവല്ലേ. സിനിമ ഇൻഡസ്ട്രി തന്നെ അങ്ങനെയാണല്ലോ. ഒരു 5 to 7% ആൾക്കാർ മാത്രമേ സിനിമ കൊണ്ട് രക്ഷപ്പെട്ടിട്ടുള്ളൂ. ബാക്കി 95% ആളുകളും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. എന്നിട്ടും ഇത്രയും പേര് സിനിമയിലേക്ക് വരുന്നു. അതാണ് സിനിമയുടെ ഒരു അട്രാക്ഷൻ. സിനിമയുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത് സിനിമയുടെ ആ മാജിക് ആണ്. ഈ ധ്യാൻ ചേട്ടൻ ഫാൻസിനോട് ക്ഷമിക്കുക, ഇങ്ങനെ പലരും കേറി പോയിട്ട് പിന്നെ ഇങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞല്ലോ. ധ്യാൻ ചേട്ടന്റെ ഗ്രാഫ് ഇങ്ങനെ കേറി വരുമായിരുന്നു. അപ്പത്തേക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ധ്യാൻ ചേട്ടൻ നമ്മൾ കുറച്ചു കാലം വേറെ രീതിയിലേക്ക് ആയിട്ട് ഇന്റർവ്യൂ സ്റ്റാറായി മാറി. അപ്പൊ ആ സമയത്ത് ചേട്ടൻ ഇങ്ങനെ ഇവൻ ഈ വഴിക്ക് പോയാൽ പറ്റില്ല എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതാണ് ഈ ഒരു പടത്തിലേക്ക്. അല്ലല്ല, എനിക്ക് ഈ ക്യാരക്ടറിന് ധ്യാൻ തന്നെ വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ധ്യാനും നിവിനും അപ്പുവും ഇവര് 3 പേരെ മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്നത്. അപ്പൊ ഇവര് 3 പേരും ഉണ്ടായാലേ എന്റെ പടം നടക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു ശരിക്കും? നമുക്ക് ധ്യാൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ വരുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ ഒന്നിനെയും പറ്റി അങ്ങനെ വലിയ ബോധമല്ല, വളരെ ഈസി ആയിട്ട് വളരെ കെയർഫ്രീ ആയിട്ട്. എനിക്ക് ആക്ച്വലി ചേട്ടൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന ഒരു സിനിമയിൽ ഞാൻ ലൈറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്തൊക്കെ ഞാൻ എനിക്കറിയാം ചേട്ടൻ അവിടെ ഇങ്ങനെ എല്ലാ പിള്ളേരും നമ്മുടെ ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ എല്ലാവരുമായിട്ടും ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാനും അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചു. പിന്നെ നമ്മൾ ഇതാണ് കാണുന്നത്. കയ്പ് എഴുതിട്ട് ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കണ്ടെന്ന്. അപ്പൊ മധുരമായിരിക്കും. ഓക്കെ, കാരണം നമ്മളന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഒരു പണം ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് 916 അവള് ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ചൈൽഡ് ആക്ടേഴ്സ് ആയിട്ടുള്ള. പക്ഷെ പിന്നെ അതിൽ അഭിനയം കണ്ടിട്ടാണെന്ന് തോന്നുന്നു. അതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ, ആ 95% അടുത്ത സിനിമ ചേട്ടൻ ചെയ്തിട്ട് ആ ഒരു വിഷമം തീർക്കട്ടാ ഇല്ലേ? അതാണ് ചെയ്യേണ്ടത്. അടുത്ത തവണ ഒരു സിനിമ എഴുതിയിട്ട് ആ ഒരു വിഷമം അങ്ങ് തീർക്കാൻ നോക്ക്. മതി ഇതിൽ എന്നെ കണ്ട് ഞങ്ങൾക്ക് മടുത്തു, ഇനി കൂടുതൽ വേണ്ടെന്നൊക്കെ. ഇത് നീ ഭംഗിയായി ചെയ്താണ്. ഓക്കെ, ചോദിക്കാൻ വന്നിട്ട് അതായത് നമ്മള് ചേട്ടൻ വന്നപ്പോ ചേട്ടൻ മറ്റേ ജൂനിയർ ആർട്ടിസ്റ്റുകളിലൂടെയും അതുപോലെ എല്ലാവരും ചേട്ടൻ അവിടുത്തെ യൂസ് ലൈക്ക് എന്താ നമ്മുടെ ലൈഫ് ഓഫ് ദ പാർട്ടി എന്നൊക്കെ പറയുന്ന പോലെ ആയിരുന്നു. അവിടെ ഉള്ള ഒരു നമുക്ക് ഒരിക്കൽ പോലെ ഒരു നെപ്പോ കിഡ് ആണെന്നുള്ളൊരു ഫീല് ചേട്ടൻ തന്നിട്ട്